നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായി AV ഗോപിനാഥും AU ഷിജിനയും സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു വനിതാ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ അംഗമാകുന്നത് ഇതാദ്യം. AV ഗോപിനാഥിനെ ഭരണസമിതി ചെയർമാനായി തെരഞ്ഞെടുക്കും. വനിതകൾക്കു നേരെ വർദ്ധിച്ചുവരുന്ന അപമാനങ്ങളും അതിക്രമങ്ങളും എങ്ങനെ പ്രതിരോധിക്കാമെന്ന സന്ദേശവുമായി ജനമൈത്രി പോലീസിന്റെ ഡെമോ പ്രദർശനം പാലക്കാട്. വനിതകൾ സ്വയം സുരക്ഷയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് വനിതാ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഓഫീസർ. ഗ്യാസ് വില വർധനയ്ക്കെതിരെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ഷൊർണൂരിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം. ആവേശക്കടലായി ചെറുതുരുത്തി കോഴിവാമ്പറമ്പ് പൂരം. വിവിധ ദേശവേലകളുടെ സംഗമം വിസ്മയമായി. കനത്ത ചൂടിലും ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഞായറാഴ്ച രാവിലെ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് കൂറവലിച്ചതോടെ പൂരാഘോഷങ്ങൾക്ക് സമാപനം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായി AV ഗോപിനാഥും AU ഷിജിനയും സത്യപ്രതിജ്ഞ ചെയ്തു. AV ഗോപിനാഥിനെ ഭരണസമിതി ചെയർമാനായി തെരഞ്ഞെടുക്കും. ആദ്യമായാണ് ഒരു വനിത ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ അംഗമാകുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ MU ഷിജിന നേരത്തെ കൊടുങ്ങല്ലൂർ നഗരസഭ അധ്യക്ഷയായിരുന്നു. വനിതകൾക്കു നേരെ വർദ്ധിച്ചുവരുന്ന അപമാനങ്ങളെയും അതിക്രമങ്ങളെയും എങ്ങനെ പ്രതിരോധിക്കാമെന്നതിൽ പാലക്കാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഡെമോ പ്രദർശനം നടന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്വയം സുരക്ഷ വിട്ടുവീഴ്ച വേണ്ടെന്ന സന്ദേശമാണ് ജനമൈത്രി പോലീസും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറും നൽകിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്വയം സുരക്ഷയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന സന്ദേശമാണ് ജനമൈത്രി പോലീസും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസും നൽകിയത്. പൊതുയിടങ്ങളിലും യാത്രക്കിടയിലും വീട്ടിൽ പോലും സ്ത്രീകൾ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാകുന്നത് വർദ്ധിച്ചു വരികയാണ്. ഇവയെ പ്രതിരോധിക്കാൻ വിവിധ തരത്തിലുള്ള അഭ്യാസ മുറകൾ കൊണ്ട് കഴിയുമെന്നും അഭ്യാസങ്ങൾ പരിശീലിക്കാൻ വനിതകൾ മുന്നോട്ട് വരണമെന്നും ജനമൈത്രി പോലീസ് ആവശ്യപ്പെട്ടു. കോട്ടയ്ക്ക് മുന്നിൽ നടന്ന ഡെമോക്ക് ജനമൈത്രി AD നമ്പർ 1 SI ആറുമുഖൻ, ASI ജമീല, വനിതാ സെൽ SCPOമാരായ പ്രവീണ, അമ്പിളി, CDOമാരായ ബിന്ദു, സജിത, റസീന എന്നിവർ പങ്കെടുത്തു. വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ G ശ്രീത സോമൻ വനിതാ ദിനത്തിൽ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗ്യാസ് വില വർധനയ്ക്കെതിരെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി സൗമ്യ ഉദ്ഘാടനം ചെയ്തു. ബേബി, ഗിരിജ, ശോഭന, രാജലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ പ്രതിഷേധം ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ അതിശക്തമായി തന്നെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മാർച്ച് 8 വനിതാ ദിനം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. വനിതാ ദിനം ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ടെന്നും ദിനാചരണം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് 8 വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. നെടുങ്ങോട്ടൂർ P. മെട്രിക് ഹോസ്റ്റലിൽ നടന്ന ദിനാചരണ പരിപാടി ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനം ആ ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും സ്ത്രീകളുടെ അവകാശങ്ങൾ ഇനിയും നേടിയെടുക്കേണ്ടതുണ്ടെന്നും ആ പോരാട്ടങ്ങൾ ഇനിയും തുടർന്ന് നടത്തേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മൾ പോലും അന്ന് മാത്രമാണോ ചിന്തിക്കേണ്ടത്? അന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ധാരണ ഉണ്ടാവണം. നമ്മൾ വനിതകളാണ്, നമുക്ക് വേണ്ട അവകാശങ്ങളും അതിന് വേണ്ട നമുക്ക് നേടിയെടുക്കാനുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം കിട്ടിയേ തീരും. അത് നമ്മുടെ അവകാശമാണ്. ലിംഗ വിവേചനം ഉണ്ടെങ്കിലും നമുക്ക് സ്ത്രീയുടെ അത്ര നന്നായി അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പം സഹന സജ്ജരായിട്ടുള്ള ഒരു വിഭാഗം പുരുഷന് അത്ര തന്നെ സഹനശക്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അവർ താഴ്ത്തി പറയുകയല്ല. ഒരു സ്ത്രീ പല റോളിലാണ് അഭിനയിക്കുന്നത്. KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം K. കുമാരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ M. ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. KSSPU മഞ്ഞക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, കൗൺസിലർ രജിത, KSSPU മഞ്ഞക്കാട് ഏരിയ വനിതാ കൺവീനർ K. രാധ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ഹെൽത്ത് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഹെൽത്തി കേരള ക്യാമ്പയിൻ സമാപനം കേരളശ്ശേരിയിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി കേരളശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ പഞ്ചായത്ത് ഓഫീസിൽ സമാപിച്ചു. സമാപന യോഗം കോങ്ങാട് MLA അഡ്വക്കേറ്റ് K. ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കേരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി R, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന PR, കേരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ M, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് U,
ഡോക്ടർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ചാൾസ് ആൻ്റണി സ്വാഗതവും ഡോക്ടർ വർഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് യോഗ ഡാൻസ്, സൂംബ ഡാൻസ്, ആരോഗ്യ പരിശോധന തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല എഴുത്തുകാരുടെയും ബാലവേദി കൂട്ടുകാരുടെയും സൃഷ്ടികൾ ഉൾപ്പെടുത്തിയ മാഗസിൻ യുവ എഴുത്തുകാരി സ്നേഹ കണ്ണൻ പ്രകാശനം ചെയ്തു. വായനശാല സെക്രട്ടറി ആർ റിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വിനോഭൻ, വായനശാല സെക്രട്ടറി കെ എ അജീഷ്, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പത്മാവതി, സുജി വിജയ്, റിനിഷ, സുഭാഷ്, പി കെ ആതിര, എ സെറീന, കെ അർച്ചന, ലൈബ്രറിയൻ വി ചിത്ര എന്നിവർ സംസാരിച്ചു. ഇറാന് നേരെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ആക്രമണത്തിനെതിരെ വെൽഫെയർ പാർട്ടി മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മാങ്കുറിശ്ശി ടൗണിൽ നടന്ന പ്രതിഷേധ സമരം കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കരീം പറളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ എം സാദിഖ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ സമദ്, ഷംസുദ്ദീൻ മാങ്കുറിശ്ശി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ, കെ എ സുലൈമാൻ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഇങ്ങനെ അവിടെ അല്ലേ യുദ്ധം, അത് ഇറാനിലുള്ള അല്ലെങ്കിൽ അത് ഇസ്രായേലില് അല്ലെങ്കിൽ അമേരിക്കയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മൗനം പാലിക്കണം. ഇത് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്യാസിന്റെ വില 60 രൂപ കൂടി. ഇന്നിപ്പോ എന്റെ വീട്ടിൽ ഗ്യാസ് ഇറക്കി, അപ്പോ റെസീറ്റ് വന്ന് നോക്കുമ്പോ 60 രൂപ കൂടുതൽ. ഇനി അത് എത്ര വരും, ഗ്യാസ് കിട്ടുമോ കിട്ടില്ലയോ എന്നൊന്നും അറിയില്ല. അപ്പൊ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിക്കും. അപ്പൊ സമാധാനം വേണം. സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനൊരു പരിപാടി വെച്ചിരിക്കുന്നത്. ലോകത്ത് സമാധാനം ഉണ്ടാവണം. പത്തിരിപ്പാല GVHSന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 കോടി രൂപ അനുവദിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA നിർവഹിച്ചു. അതായത് തുടർച്ചയായി വരിക കേട്ടോ. 5 കോടി കഴിഞ്ഞു, പിന്നെ 1 കോടിയായി, പിന്നെ 3 കോടി. ഇത് നമ്മുടെ സ്കൂളിലാണ് നൽകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളാണ്. ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുകയാണ്. നല്ല റിസൾട്ടാണ്. മറ്റു ഭൗതിക സാഹചര്യങ്ങളെല്ലാം നല്ല നിലയിൽ ആവശ്യമുണ്ട്. കോളേജിന് പരിമിതമായ പ്രശ്നമാണ്. അപ്പൊ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ബജറ്റിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുസ്ഥാപനം, നമ്മുടെ എല്ലാം ഒരു പൊതുസമ്പത്താണ് സ്കൂള്. ആ നിലയിലാണ് നമ്മൾ 3 കോടി രൂപ അനുവദിച്ച് അതിന് സാങ്കേതികമായിട്ടുള്ള നടപടികളെല്ലാം കഴിഞ്ഞു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഈ പദ്ധതി നിർവഹണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് അംഗം ധന്യാമണി കണ്ഠൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, വാർഡ് അംഗം നസീമ റിയാസ്, PTA പ്രസിഡന്റ് വി സുരേന്ദ്രൻ, സന്തോഷ് കുമാർ, കെ നിഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് CV പ്രസീത, പ്രധാനാധ്യാപിക T അനിത, വ്യാപാരി വ്യവസായി പ്രതിനിധി ഗിരീഷ് പാലേരി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK വിശ്വം സ്വാഗതവും പ്രിൻസിപ്പൽ കർപ്പകം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ആവേശക്കടലായി ചെറുതുരുത്തി കോഴിവാമ്പറമ്പ് പൂര മഹോത്സവം. വിവിധ ദേശങ്ങളുടെ വേലകളുടെ സംഗമം വിസ്മയ കാഴ്ചയാണ് നൽകിയത്. കനത്ത ചൂടിനെയും അവഗണിച്ച് ഒഴുകിയെത്ത് ആയിരങ്ങളായിരുന്നു. ഞായറാഴ്ച രാവിലെ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് കൂറ വലിച്ചതോടെ ഈ വർഷത്തെ പൂരാഘോഷങ്ങൾക്ക് സമാപനമായി. ശനിയാഴ്ച രാവിലെ തന്നെ വൻ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഉച്ചയോടെ പൂരാഘോഷത്തിന്റെ പ്രധാന പങ്കാളികളായ 7 ദേശങ്ങളിലെ എഴുന്നള്ളിപ്പുകൾ ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പുറപ്പെട്ടു. തട്ടകദേശമായ പുതുശ്ശേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് മണ്ണഴിമന അമ്പലത്തിൽ നിന്ന് 3 ആനയും, ചെറുതുരുത്തി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കൊച്ചിൻ പാലത്തിനു സമീപമുള്ള ആൽത്തറയിൽ നിന്ന് 3 ആനകളെയും, താഴപ്ര വെട്ടിക്കാട്ടി ദേശം താഴപ്ര ശിവക്ഷേത്രത്തിൽ നിന്ന് 3 ആനയും, ആറ്റൂർ ദേശം ആറ്റൂർ വാദ്യാർമന അയ്യപ്പക്ഷേത്രത്തിൽ നിന്ന് 3 ആനയും, പള്ളിക്കൽ ദേശം പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 3 ആനയുടെയും, നെടുമ്പുര ദേശം കുലശേഖരനല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് 3 ആനയും, പാഞ്ഞാൽ ദേശം പാഞ്ഞാൽ അയ്യപ്പൻകാവിൽ നിന്ന് 1 ആനയും എഴുന്നള്ളിപ്പോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത്.
ഇതിൽ പാഞ്ഞാൽപൂരം ആദ്യം കാവുകയറി. വൈകിട്ട് 7:15 ഗജവീരന്മാർ അണിനിരന്ന കോഴിയാമ്പറമ്പിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ആനകൾ തിടമ്പേറ്റി കാവുകയറി. പിന്നാലെ പറവേലയും പാഞ്ഞാൽക്കാട്ടിൽ കാവ്, പൈങ്കുളം ഗേറ്റ് ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന കാളവേലയും കാവുകയറി. പൂതൻ, തിറ തുടങ്ങിയ കലാരൂപങ്ങൾ ഒന്നിച്ച് ക്ഷേത്രത്തിന് സമീപത്ത് തെറിയാട്ടം നടത്തി. രാത്രിയിൽ പൂരം ആവർത്തിച്ചു. ഞായറാഴ്ച രാവിലെ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് കൊടിമരത്തിലെ കൂറ വലിച്ചതോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പട്ടാമ്പി ചിത്ര വിമൻസ് അക്കാദമിയുടെയും ACVയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗികളുടെയും അതിജീവിതമാരുടെയും സ്നേഹസംഗമം റേ ഓഫ് ലൈഫ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. ചിത്ര വിമൻസ് അക്കാദമിയുടെ സേവന വിഭാഗമായ സവിതയുടെ നേതൃത്വത്തിലായിരുന്നു സംഘാടനം. ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിൽ നടന്ന സ്നേഹസംഗമം പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റേ ഓഫ് ലൈഫ് പുരസ്കാര സമർപ്പണം. ചിത്ര വിമൻസ് അക്കാദമിയുടെ 2026 റേ ഓഫ് ലൈഫ് പുരസ്കാരം 10,001 രൂപ ഡോക്ടർ PV ഗംഗാധരന് സമർപ്പിച്ചു. മൃദംഗ സംഗീതത്തിലൂടെ രോഗികൾക്ക് സ്വാതന്ത്ര്യമേകുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയതാളം എന്ന സവിശേഷ ചികിത്സാരീതിക്കും സംഗീത ലോകത്തെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം നൽകിയത്. ആദരിക്കൽ ചടങ്ങുകൾ സംഗീതജ്ഞൻ മണ്ണു രാജകുമാരനുണ്ണി, ബിസിനസ് കൺസൾട്ടൻ്റ് അശോക് P. ദാസ് എന്നിവരും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ചിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ കറസ്പോണ്ടൻ്റ് ടിനി P. പനക്കൽ, മാനേജിംഗ് ഡയറക്ടർ ഡാവിൻ ജോർജ്, പ്രിൻസിപ്പൽ മൻഷിമ, ACV ന്യൂസ് കോർഡിനേറ്റർ സുധീർ മേനോൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുരസ്കാര ലബ്ധിക്ക് പിന്നാലെ കുഴൽമന്ദം G. രാമകൃഷ്ണൻ അവതരിപ്പിച്ച മൃദംഗം ഫ്യൂഷൻ കാണികൾക്ക് വിസ്മയമായി. തുടർന്ന് അക്കാദമി വിദ്യാർത്ഥികളുടെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വം നടന്ന കലാവിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സ്നേഹസംഗമം വൈകിട്ട് 3 മണിയോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭ 25-ാം വാർഡ് പ്രവാസി കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഗണേഷ്ഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വെച്ചായിരുന്നു സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ T. ലത, 27-ാം വാർഡ് കൗൺസിലർ ബേബി ഗിരിജ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M. നാരായണൻ, T. മുരളീധരൻ, സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ ഭാരവാഹികൾ MK രാമചന്ദ്രൻ, C. സതീശൻ, K. ചന്ദ്രൻ, CPIM നെടുങ്കോട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി P. ബാബു, മുണ്ടായ സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ, സംഘാടക സമിതി കൺവീനർ M. ദിലീപ്, ചെയർമാൻ PK ദിലീഷ്, ജോയിന്റ് കൺവീനർ ഷഫീന, ഷഫീഖ്, കബീർ K. ഷക്കീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായി AV ഗോപിനാഥും AU ഷിജിനയും സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു വനിത ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ അംഗമാകുന്നത് ഇതാദ്യം. AV ഗോപിനാഥിനെ ഭരണസമിതി ചെയർമാനായി തെരഞ്ഞെടുക്കും. വനിതകൾക്കു നേരെ വർദ്ധിച്ചുവരുന്ന അപമാനങ്ങളും അതിക്രമങ്ങളും എങ്ങനെ പ്രതിരോധിക്കാമെന്ന സന്ദേശവുമായി ജനമൈത്രി പോലീസിന്റെ ഡെമോ പ്രദർശനം പാലക്കാട്. വനിതകൾ സ്വയം സുരക്ഷയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് വനിതാ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഓഫീസർ. ഗ്യാസ് വില വർധനയ്ക്കെതിരെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ഷൊർണൂരിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം. ആവേശക്കടലായി ചെറുതുരുത്തി കോഴിവാമ്പറമ്പ് പൂരം. വിവിധ ദേശവേലകളുടെ സംഗമം വിസ്മയമായി. കനത്ത ചൂടിലും ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഞായറാഴ്ച രാവിലെ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് കൂറ വലിച്ചതോടെ പൂരാഘോഷങ്ങൾക്ക് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.